ഇന്നത്തെ നമ്മുടെ റെസിപ്പി കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നമ്മുടെ കയ്യിൽ പാലും ചവ്വരിയും പഴമൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല ചൂടാണ്. ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയതാണ്. അതുപോലെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ആദ്യം നമുക്ക് ചവ്വരി ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. സോക്ക് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇല്ല എങ്കിലും നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ സോക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമ്മളെടുക്കുന്ന ചവ്വരി കുറച്ച് ചെറുതായാലും വലുതായാലും ഒന്നും കുഴപ്പമില്ല. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല പഴുത്ത് പോയ പഴമാണ് എടുത്തിട്ടുള്ളത്. റോബസ്റ്റ പഴമാണ്. ഇങ്ങനെ പഴുത്ത പഴം നമുക്ക് കഴിക്കാൻ എന്തോ പോലെയാണ്, ഒരു ഇഷ്ടക്കുറവുണ്ടാവും. കഴിക്കാൻ എനിക്കിഷ്ടമല്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കണേ. ഇതുപോലെയുള്ള പഴമൊക്കെ ഞാൻ ജ്യൂസ് അടിക്കുകയാണ് ചെയ്യാറ്, കഴിക്കാൻ എടുക്കാറില്ല. നല്ലപോലെ പഴുത്ത് പോയാൽ ഒരു ഇഷ്ടക്കുറവാണ്. ഞാനിവിടെ 1.5 പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കളയൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെയുള്ള ജ്യൂസൊക്കെ അടിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതിനകത്തേക്ക് പാലൊഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കണം. അങ്ങനെ ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസൊക്കെ അതിനകത്ത് കിടപ്പുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റി വെക്കാം. നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചവ്വരി വേവിക്കാം. കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ അതിനകത്തേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അടി പിടിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച ഉടനെ തന്നെ ഒന്നും കുക്കാകത്തില്ല, ഒരു 10 മിനിറ്റ് എന്തായാലും എടുക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ വരും. അതും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ചവ്വരി നല്ല പോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ മാറ്റാം. കാരണം ഇതിനകത്ത് നല്ല പശപ്പുണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നല്ല തണുത്ത വെള്ളം, അതായത് നോർമൽ വെള്ളം കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ച് വെക്കുക. ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്ക് മാങ്ങ വേണം. ഞാനിവിടെ നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നല്ല പഴുത്ത മാങ്ങ വേണം എടുക്കാനായിട്ട്. അതുപോലെ മധുരമുള്ള മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഒരു മാങ്ങ ഞാനിതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മാങ്ങയും നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല മധുരമുള്ള മാങ്ങ വേണം എടുക്കാൻ കേട്ടോ. എന്നാലേ നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. 2 മാങ്ങ മുഴുവനും ഞാൻ എടുക്കുന്നുണ്ട്. അങ്ങനെ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ ഒരു വലുപ്പത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഴത്തിൻ്റെ മിക്സ് എടുക്കാം. ഫ്രിഡ്ജിൽ നല്ലപോലെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച ആ മിക്സിനകത്തേക്ക് നമുക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു അരിപ്പയിലാണ് ഞാൻ മാറ്റിയിട്ടുള്ളത്. ഇതിനകത്തേക്ക് നമുക്ക് ഈ ചവ്വരി മുഴുവനും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മുടെ പഴത്തിൻ്റെ മിക്സ് നല്ല തണുപ്പാണ്. ഞാനൊരു കുറച്ച് സമയം ഫ്രീസറിലാണ് വെച്ചിരുന്നത്, പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. 2 മാങ്ങ മുഴുവനും ഞാൻ ചേർത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട്. ബാക്കി മുഴുവനും ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാല് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇത്രയും തിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തണുത്ത വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊന്ന് മധുരം നോക്കാം. നമ്മളിതിനകത്തേക്ക് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. കാരണം പഴവും നമ്മൾ ചേർത്തിട്ടുണ്ട്, മാങ്ങ ചേർത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കണം. ഒത്തിരി അങ്ങ് ചേർക്കരുത്, കാരണം പഴവും മാങ്ങയൊക്കെ നല്ല മധുരമുള്ളതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നല്ല കിടിലൻ ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല തണുപ്പോട് കൂടിയിട്ട് വേണം അത് കുടിക്കാനായിട്ട്. ഈ മാങ്ങയുടെ ഓരോ പീസും അതുപോലെ ചവ്വരിയൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നമ്മുടെ ദാഹവും മാറും, അതുപോലെ വിശപ്പൊക്കെ മാറുന്നതാണ്. നല്ല കിടിലൻ ടേസ്റ്റാണ്. മാങ്ങയും ചവ്വരിയും എല്ലാം കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം.
അതുപോലെ കുറച്ച് കസ്കസൊക്കെ സോക്ക് ചെയ്തിട്ട് അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് ജ്യൂസ്, ഡ്രിങ്ക്, അതുപോലെ സ്മൂത്തി ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണ് എങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഒന്ന് കണ്ടു നോക്കണേ. നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ ഈ ചൂടുള്ള സമയമൊക്കെ ആയതുകൊണ്ട് നമുക്കിതുപോലെയുള്ള ജ്യൂസൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയുടെ പീസ് വെച്ച് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം.